ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ? വകുപ്പ് മനസ്സിലായി. പൂനേന്ദ്ര നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്. അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ? അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു, അബി തേച്ചിട്ട് പോയെന്നൊക്കെ. താനൂർക്ക് ചക്ക തിന്നാൻ പോയതാ. ചക്കൊന്നും ഇപ്പോ പഴയ മധുരമില്ല. അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. എന്തൊരു ബഹളമായിരുന്നു. ഈ പ്രശ്നമെന്ന് വെച്ചാ ഞാനും കൃഷ്ണുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേര്. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന്. അതെനിക്കിഷ്ടമില്ല. അങ്ങനെ ആ നല്ല പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങി തിരിക്കുകയാണ് സാർ. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഗതിയിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഒരു കൈപ്പഴ പറ്റി. പിന്നെ എനിക്കത് മേബി മനസ്സിലായതാണ്. എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. നിന്നെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനാ ഞാൻ അവനെ വിളിച്ച അങ്ങടച്ചു പോക്കോ. ഞാൻ പോവേണു. അബി കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. വന്ന വഴി മറക്കരുതല്ലോ. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. വെച്ചോ. തൊട്ടല്ലടാ, നല്ല കുട്ടിയാടാ, നീ എടുത്തോ. നീ ഒരു ആഗോളമണ്ടം തന്നെ. കെട്ടിയ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോടാ. ബൈ ദ ബൈ.